എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ മുംബൈ ഇന്ത്യൻസ് ആരാധകരുടെ ആവേശ തിരമാലകളും ആകാശത്ത് വിരിയുന്ന വിജയത്തിന്റെ വെടിക്കെട്ടുകളും മാറ്റൊലിക്കൊള്ളുമ്പോൾ മറുഭാഗത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ക്യാമ്പിൽ തളം കെട്ടി നിൽക്കുന്നത് ശ്മശാനമൂകതയാണ്. IPL 2026 ഈ 30ാം ഹൈ വോൾട്ടേജ് പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനോടേറ്റ ദയനീയവും അങ്ങേയറ്റം ഹൃദയഭേദകവുമായ പരാജയത്തിനു ശേഷം ഗുജറാത്ത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഓരോ ക്രിക്കറ്റ് ആരാധകനെയും, പ്രത്യേകിച്ച് ഗുജറാത്ത് ആരാധകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. തന്റെ ടീമിന്റെ നാണം കിട്ട തോൽവിയിലുള്ള അതിയായ ദുഃഖം മാത്രമല്ല, മുംബൈയുടെ യുവതാരം തിലക് വർമ്മയുടെ ആ സംഹാര താണ്ഡവത്തെക്കുറിച്ചും സ്വന്തം ടീമിന്റെ തന്ത്രപരമായ പാളിച്ചകളെക്കുറിച്ചും ഗിൽ തുറന്നടിച്ചത് കേട്ടാൽ ആരും അമ്പരന്നു പോകും. അഹമ്മദാബാദിലെ ഈ കൂറ്റൻ മൈതാനത്ത് മുംബൈ ഇന്ത്യൻസിനോടേറ്റ ആ കനത്ത പ്രഹരത്തിനു ശേഷം പോസ്റ്റ് മാച്ച് പ്രസന്റേഷനായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ ഗുജറാത്ത് നായകന്റെ മുഖത്തെ നിരാശയും ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദവും അവിടെയുണ്ടായിരുന്ന ഓരോ മാധ്യമപ്രവർത്തകനും വളരെ വ്യക്തമായി അനുഭവിക്കാൻ കഴിയുമായിരുന്നു. ഈ തോൽവിയുടെ അസഹനീയമായ ഭാരം അയാളെ മാനസികമായി പാടെ തളർത്തിയിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധമായിരുന്നു ഗില്ലിന്റെ നിൽപ്പ്. വിതുമ്പുന്ന ഹൃദയത്തോടെ മൈക്ക് കയ്യിലെടുത്ത അദ്ദേഹം ഉള്ളിലെ തികട്ടിവരുന്ന സങ്കടങ്ങളെ പുറന്തള്ളാൻ എന്നവണ്ണം ആദ്യമൊരു നെടുവീർപ്പിട്ടു. തുടർന്ന് ഇടറിയ ശബ്ദത്തിൽ ദീർഘനേരത്തെ നിശബ്ദത ഭേദിച്ചുകൊണ്ട് ശുഭ്മാൻ ഗിൽ പറഞ്ഞ വാക്കുകൾ ഓരോ വിശ്വസ്തനായ ഗുജറാത്ത് ആരാധകന്റെയും നെഞ്ചകം പിളർക്കുന്നതായിരുന്നു. അത്യന്തം ആവേശകരവും ശ്വാസമടക്കി പിടിച്ചിരിക്കാൻ പ്രേരിപ്പിച്ചതുമായ ഇന്നത്തെ ഈ ചരിത്ര പോരാട്ടത്തിൽ ഞങ്ങൾക്കേറ്റ ഈ കനത്ത പരാജയം ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ എനിക്ക് മാത്രമല്ല, എന്റെ കോച്ചിംഗ് സ്റ്റാഫിനും മുഴുവൻ ഗുജറാത്ത് ടീമിനും ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഇത് പോയിന്റ് പട്ടികയിലെ വെറുമൊരു സാധാരണ തോൽവിയല്ല, മറിച്ച് ഞങ്ങളുടെ സ്വന്തം തട്ടകമായ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിന്റെ യശസ്സിനും ഞങ്ങളുടെ ആത്മാഭിമാനത്തിനും ഏറ്റ ആഴത്തിലുള്ള മുറിവാണ്. വരും മത്സരങ്ങളിലും ഈ വേദന ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. കളിയുടെ സമസ്ത മേഖലകളിലും, അത് ബൌളിംഗിലെ കൃത്യതയാകട്ടെ, ബാറ്റിംഗിലെ സംയമനമാകട്ടെ, ഫീൽഡിംഗിലെ ചുറുചുറുക്കാകട്ടെ എന്ന് തലക്കെഴുത്തുള്ള യോസിമാം ഗുനയിലെ തങ്ങൾക്ക് തിരുത്താനാവാത്ത വലിയ അടിസ്ഥാന തെറ്റുകൾ സംഭവിച്ചു എന്ന് ലോകത്തിനു മുന്നിൽ ഭാരപ്പെട്ട മനസ്സോടെ അദ്ദേഹം അംഗീകരിച്ചു. ടീമിന്റെ ബാറ്റിംഗ് തകർച്ചയെക്കുറിച്ച് അതീവ ദുഃഖത്തോടെ വിശദീകരിച്ചുകൊണ്ട് ഗിൽ തുടർന്നു. ഏറ്റവും ശക്തമെന്ന് കരുതിയ ഞങ്ങളുടെ മുൻനിര ഒരു ചീട്ടുകൊട്ടാരം പോലെയാണ് ഇന്ന് തകർന്നടിഞ്ഞത്. മത്സരത്തിന്റെ ആദ്യ പന്തിൽ തന്നെ ഞങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ താരം സായ് സുദർശൻ പുറത്തായത് ഞങ്ങൾക്ക് നൽകിയ ഭയാനകമായ തുടക്കമായിരുന്നു. തൊട്ടുപിന്നാലെ പരിചയസമ്പന്നനായ ജോസ് ബട്ട്ലറും പവിലിയനിലേക്ക് മടങ്ങിയത് ഞങ്ങൾക്ക് നൽകിയ ഇരട്ട പ്രഹരം ചെറുതായിരുന്നില്ല. അവിടെ നിന്ന് മാനസികമായി കരകയറാൻ ഞങ്ങൾക്ക് ഒരിക്കലും കഴിഞ്ഞില്ല. 200 റൺസ് പോലൊരു കൂറ്റൻ വിജയം ലക്ഷ്യം പിന്തുടരുമ്പോൾ മികച്ചതും ആക്രമണോത്സഹവുമായ ഒരു അടിത്തറ അത്യാവശ്യമാണ്. എന്നാൽ സത്യം പറയുകയാണെങ്കിൽ പവർ പ്ലേയിലെ ആദ്യ 6 ഓവറുകൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ മാനസികമായി ഈ മത്സരം തോറ്റിരുന്നു. ടീമിന്റെ ഭാവി തന്ത്രങ്ങളെക്കുറിച്ച് വളരെ ഗൗരവത്തോടെ ഗിൽ സംസാരിച്ചു. ആഴത്തിലുള്ള ഒരു ആത്മപരിശോധന അനിവാര്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. IPL പോലൊരു കടുത്ത ടൂർണമെന്റിൽ ഇത്ര ദുർബലവും ദിശാബോധമില്ലാത്തതുമായ പ്രകടനവുമായി മുന്നോട്ടു പോകാനാവില്ലെന്നും വരാനിരിക്കുന്ന മത്സരങ്ങൾക്കായി തന്ത്രങ്ങൾ അടിമുടി മാറ്റേണ്ടതുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മധ്യ ഓവറുകളിൽ ഗുജറാത്തിന്റെ ബൌളിംഗ് തികച്ചും അച്ചടക്കമില്ലാത്തതായി മാറിയെന്നും ഫീൽഡിംഗിൽ ഗുജറാത്ത് ടൈറ്റൻസ് ലോകമെമ്പാടും അറിയപ്പെടുന്ന ആ ഊർജ്ജസ്വലത പുറത്തെടുക്കാനായില്ലെന്നും ഗിൽ സമ്മതിച്ചു. പ്ലേ ഓഫ് സ്വപ്നങ്ങൾ സജീവമായി നിർത്താൻ ഗുജറാത്തിന് ഇനി അസാധാരണ പ്രകടനങ്ങൾ തന്നെ പുറത്തെടുക്കേണ്ടിവരും എന്ന് ഗില്ലിന്റെ വാക്കുകൾ അടിവരയിട്ടു. എന്നാൽ സ്വന്തം തോൽവിയുടെ കയ്പ് മാറ്റിവെച്ചുകൊണ്ട് പത്രസമ്മേളനത്തിന്റെ ദിശ പൂർണ്ണമായും തിരിച്ചുകൊണ്ട് ഗിൽ മുംബൈ ഇന്ത്യൻസിന്റെ യുവതാരം തിലക് വർമ്മയുടെ ചരിത്രപരവും മാന്ത്രികവും സംഹാരശേഷിയുള്ളതുമായ ഇന്നിംഗ്സിനെ തുറന്ന മനസ്സോടെ പ്രശംസിച്ചു. സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന് മൈതാനത്ത് തിലക് വർമ്മ പുറത്തെടുത്ത ബാറ്റിംഗ് പ്രകടനം അക്ഷരാർത്ഥത്തിൽ സമാനതകളില്ലാത്തതും അവിശ്വസനീയവുമായിരുന്നു. തിലകിന്റെ ആ പുറത്താവാതെയുള്ള സെഞ്ചുറിയാണ് മുംബൈയുടെ വിജയത്തിനും ഞങ്ങളുടെ നാണം കെട്ട തോൽവിക്കുമിടയിലെ ഏറ്റവും വലിയ നിർണായക ഘടകം. ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ ബൌളർമാരായ റാഷിദ് ഖാനിന്റെ മാന്ത്രിക സ്പിന്നിനെയും കഗീസോ റബാഡ, മുഹമ്മദ് സിറാജ് എന്നിവരുടെ തീപ്പൊരി പേസിനെയും അത്യന്തം നിർഭയത്വത്തോടെയും മാനസിക കരുത്തോടെയുമാണ് തിലക് നേരിട്ടത്. ഏകദേശം 224 എന്ന അവിശ്വസനീയമായ സ്ട്രൈക്ക് റേറ്റാണ് തന്റെ ഇന്നിംഗ്സിലുടനീളം തിലക് കാത്തുസൂക്ഷിച്ചത്. ആ ഒറ്റ കാരണം കൊണ്ടാണ് മുംബൈ ഇന്ത്യൻസിന് 199 എന്ന ഹിമാലയൻ സ്കോറിൽ എത്താൻ കഴിഞ്ഞത്. ആ സ്കോർ ബോർഡിൽ എത്തിയപ്പോൾ തന്നെ മത്സരത്തിന്റെ മുഴുവൻ മാനസിക സമ്മർദ്ദവും ഗുജറാത്തിന്റെ മേൽ പതിച്ചിരുന്നു. തിലകിന്റെ ഷോട്ടുകളിൽ ഉണ്ടായിരുന്ന ആ പൂർണ്ണതയും കരുത്തും ലോകത്തെ ഒരു മൈതാനത്തും തടഞ്ഞു നിർത്താൻ ഒരു ബൌളർക്കും കഴിയില്ലെന്നും ഇന്നത്തെ മത്സരത്തിലെ ഏക എക്സ് ഫാക്ടർ തിലക് വർമ്മയുടെ ആ കൊടുങ്കാറ്റ് സെഞ്ചുറി മാത്രമായിരുന്നുവെന്നും അദ്ദേഹം യാതൊരു മടിയുമില്ലാതെ സമ്മതിച്ചു. തികഞ്ഞ വൈകാരികതയോടെ ഗിൽ പറഞ്ഞു നിർത്തി. IPL പോലൊരു ആഗോള വേദിയിൽ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തിന്റെ സമ്മർദ്ദങ്ങൾക്കിടയിൽ റബാഡയും സിറാജും പോലുള്ള ലോകോത്തര ബൌളർമാർക്കെതിരെ ഒരു യുവതാരം ഇത്രയും നിർഭയമായി ബാറ്റ് വീശുമ്പോൾ തോൽവിയുടെ സങ്കടം മറന്ന് ആ പ്രതിഭയെ ബഹുമാനിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. മൈതാനത്തിന്റെ
മൈതാനത്തിന്റെ എല്ലാ കോണുകളിലേക്കും 360 ഡിഗ്രി ശൈലിയിൽ അവൻ തീർത്ത ബൗണ്ടറികളുടെ പെരുമഴ ഗുജറാത്തിന്റെ ബൌളർമാരുടെ ആത്മവിശ്വാസത്തെ തന്നെ വേരോടെ പിഴുതെറിഞ്ഞു. ഇന്നത്തെ മത്സരം കേവലം കണക്കുകളുടെയോ തന്ത്രങ്ങളുടെയോ കളിയല്ലായിരുന്നുവെന്ന് ഗില്ലിന്റെ വാക്കുകളിൽ പ്രതിഫലിച്ചിരുന്നു. പത്രസമ്മേളനത്തിന്റെ അവസാനത്തിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ ഉത്തമ ഉദാഹരണമായി മുംബൈ ഇന്ത്യൻസിനും അവരുടെ ഉജ്ജ്വല വിജയത്തിനും ഗിൽ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി തന്ത്രങ്ങൾക്കും തിലക് വർമ്മയുടെ പരാക്രമത്തിനും മുന്നിൽ ഗുജറാത്ത് പൂർണ്ണമായി അടിയറവ് പറഞ്ഞിരിക്കുന്നുവെന്നാണ് ഈ വാക്കുകൾ വ്യക്തമാക്കുന്നത്. അഹമ്മദാബാദിൽ ഇന്ന് തിലക് വർമ്മ തീർത്ത കൊടുങ്കാറ്റിൽ ഗുജറാത്ത് ടീം അക്ഷരാർത്ഥത്തിൽ കടപുഴുകി വീണിരിക്കുന്നു. ഒരു യഥാർത്ഥ ക്രിക്കറ്റ് ആരാധകനെ സംബന്ധിച്ചിടത്തോളം രോമാഞ്ചമുണ്ടാക്കുന്ന ഈ വെളിപ്പെടുത്തലുകൾ ക്രിക്കറ്റ് എന്ന മാന്ത്രിക കളിയുടെ അനിശ്ചിതത്വങ്ങളെയും സൗന്ദര്യത്തെയും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. വരാനിരിക്കുന്ന ദിനങ്ങളിൽ ഈ കൂറ്റൻ പരാജയത്തിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരാൻ ഗുജറാത്ത് ടൈറ്റൻസിന് കഴിയുമോ എന്ന് കാലം തെളിയിക്കും. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.